ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ്, വെൽക്കം ടു അവർ ന്യൂ വ്ളോഗ്. ഇത് നമുക്ക് ഞാൻ പറഞ്ഞില്ല, കുറേ മെമ്മറബിൾ സംഭവങ്ങൾ ഉണ്ടെങ്കിലും ഞങ്ങളുടെ വ്ളോഗ് തുടങ്ങിയതും ആക്ച്വലി ആദ്യമേ ഞങ്ങൾക്ക് വ്ളോഗ് തുടങ്ങാൻ തോന്നിയ ഒരു ട്രിപ്പാണിത്. ട്രാവൽ വ്ളോഗ് എന്ന് പറയാം. അതെ, ഫസ്റ്റ് നമ്മുടെ ട്രാവൽ വ്ളോഗ് വിത്ത് ഫുൾ ഫാമിലി ആയിരുന്നു. അതായത് ഇന്ദ്രേട്ടൻ ഉണ്ടായിരുന്നു, ചേച്ചി ഉണ്ടായിരുന്നു, പാത്തു, നച്ചു, എല്ലാവരും ഉണ്ടായിരുന്നു. യൂറോപ്പ് ട്രിപ്പ് ആയിരുന്നു അത്. സോ കോൾഡ്. അതൊരു എക്സ്പീരിയൻസ്. അതിലിപ്പോ നമ്മൾ ഫസ്റ്റ് കാണിക്കാൻ പോകുന്ന ബെർലിനിലെ ഒരു ട്രിപ്പാണ് നമ്മൾ പോയത്. ഫസ്റ്റ് വ്ളോഗായിട്ട് തന്നെ ഇടാൻ പോവാണ്. അതെ, പക്ഷെ അവിടെ തന്നെ അതേ ട്രിപ്പിൽ ഒരു സാക്കോപ്പേ എന്ന് പറഞ്ഞ ഹൈക്കിംഗ് ഒക്കെ പോയത് ഇപ്പൊ ആലോചിക്കാൻ വയ്യ. പിന്നെ ഫണ്ണായിട്ടുള്ള ഒരു ട്രെയിൻ ജേർണി ഉണ്ടായിരുന്നു. അങ്ങനെ കുറെ സംഭവങ്ങളുണ്ട്. സോ ഇത് നമ്മുടെ ഫസ്റ്റ് ട്രാവൽ വ്ളോഗ് ആണ്. നമ്മൾ OHF തുടങ്ങിയതിന് ശേഷം ഫസ്റ്റ് വേദുവിന്റെ ബർത്ത്ഡേക്ക് ശേഷം ഫസ്റ്റ് ആയിട്ട് നമ്മൾ ചെയ്തതാണ് ട്രാവൽ വ്ളോഗ് ആയിരുന്നു ഇത്, ബെർലിനിലേക്കുള്ള യാത്ര. സോ ദിസ് അവർ നോസ്റ്റാൾജിയ വ്ളോഗ് നമ്പർ 4. അപ്പൊ കുറച്ചൊക്കെ എന്താ പറയാ, ഇപ്പത്തെ മാതിരി ആയിരിക്കില്ലല്ലോ പണ്ട് വ്ളോഗ് തുടക്കമായിരുന്നു. അപ്പൊ കുറച്ചൊക്കെ ഞാനൊക്കെ ഒരു ഹെസിറ്റന്റ് ആയിട്ടാണ് സംസാരിച്ചത് അല്ലേ. പക്ഷെ എന്നാലും അതിനായിട്ടുള്ള ഒരു ചാമുണ്ട് കേട്ടോ. പാത്തുനൊക്കെ കുഞ്ഞാ, അപ്പൊ വേദു പിന്നെ ബേബിയാ. അതെ, അപ്പൊ എൻജോയ് ദിസ് വ്ളോഗ്. അപ്പോൾ ഗൈസ്, ഇപ്പോൾ യൂറോപ്പിലേക്കുള്ള ട്രിപ്പിന് ഫുൾ തയ്യാറെടുപ്പാണ്. പക്ഷെ ആദ്യമേ എനിക്ക് ഡ്രസ്സ് മാറണം. എന്റെ തൊട്ട ബാക്കിലിരിക്കുന്ന ആളെ നോക്കിക്കോ. ഒരു ചമ്മിയ മുഖമായിട്ട് വരുന്നുണ്ട്, കിട്ടിയില്ലെന്ന് തോന്നുന്നു. ഇപ്പൊ കിട്ടും, എല്ലാവരുടെയും കയ്യിൽ നിന്ന് കിട്ടും. ഹായ്. ഓക്കെ, സോ ഇതാണ് ഞങ്ങളുടെ ബെർലിന്റെ മുറി, റൂം. ചെറിയ റൂമാണ്, പക്ഷെ മെയിൻ ഏരിയയിലാണ്. കൊള്ളി കറക്റ്റ് ആയിട്ട് ഗസ് ചെയ്തവർക്ക് ഒരു ബൈറ്റ്. അപ്പോൾ ഗൈസ്, ഇപ്പോൾ യൂറോപ്പിലേക്കുള്ള ട്രിപ്പിന് ഫുൾ തയ്യാറെടുപ്പാണ്. പക്ഷെ ആദ്യമേ എനിക്ക് ഡ്രസ്സ് മാറണം. കാരണം ബാങ്കോക്കിലൊക്കെ പോകുമ്പോൾ സാധാരണ നമ്മൾ ട്രിവാൻഡ്രമൊക്കെ പോകുന്ന പോലെ ഒരു നിക്കറും സ്ലിപ്പറും ഒരു ടീഷർട്ടും ഇട്ടാണ് പോകുന്നത്. പക്ഷേ യൂറോപ്പിലൊക്കെ പോകുമ്പോൾ കുറച്ചും കൂടെ ഒരു സ്റ്റൈൽ ആവാമല്ലോ. അതുമാത്രമല്ല ഫ്ലൈറ്റിലൊക്കെ ചിലപ്പോൾ കുറച്ച് തണുപ്പായിരിക്കും. അപ്പോൾ ഇനി ഡ്രസ്സ് മാറിയിട്ട് ബാക്കിയുള്ള വ്ളോഗ്. അപ്പോൾ ഗൈസ്, ഇതാണ് എൻ്റെ എയർപോർട്ട് ലുക്ക്. വലിയ ലുക്കൊന്നും അല്ല, ഇതൊരു ട്രാക്ക് സൂട്ട് തന്നെയാണ്. പക്ഷേ ഇത് കുറച്ച് തിക്ക് മെറ്റീരിയലാണ്. ജീൻസ് ഇട്ട് എനിക്ക് ഉറങ്ങാൻ പറ്റില്ല, ഷോർട്സ് ഇട്ട ഫ്ലൈറ്റിൽ തണുക്കും. സോ ദിസ് ഇസ് മൈ എയർപോർട്ട് ലുക്ക് and so excited. അപ്പോൾ ഈ വേൾഡിൽ ഫ്ലൈറ്റ് ടൈം നമ്പർ 1 കഴിഞ്ഞ 5 വർഷമായിട്ട് നമ്പർ 1 എയർലൈൻസ് ആയിട്ട്, നമ്പർ 1 അല്ല, എനിക്കൊന്ന് 2-3 തവണ നമ്പർ 1ഉം പിന്നെ എന്തായാലും ടോപ്പ് 5 ഓൾവേസ് ഒരു 5 വർഷമായിട്ടുള്ള ഒരു എയർലൈനാണ് ഖത്തർ എയർവേസ്. അപ്പോൾ എന്തായാലും അതിൻ്റെ ഒരു ചെറിയ റിവ്യൂ ചെയ്യേണ്ടതാണ്. എനിക്ക് ആക്ച്വലി ഞാൻ ഇപ്പോൾ കയറി വന്നപ്പോൾ ഇവിടുത്തെ ഏറ്റവും എനിക്ക് കളർ സ്കീം ഇവിടെ ഒരു മെറൂൺ ആണ്, ഇവിടെ മെറൂൺ ആൻഡ് വൈറ്റ്. അപ്പോൾ ഭയങ്കര സൂതിങ് ആണ്. പിന്നെ ഇവിടെ ആംബിയൻ ലൈറ്റിങ്സ് ഉണ്ട്. എൻ്റെ ലെഫ്റ്റ് സൈഡിൽ കാണാം മുകളിൽ ഒരു നല്ലൊരു ആംബിയൻ ലൈറ്റിംഗ്, ഒരു ഹൈ ആൻഡ് കാസി കാണുന്ന പോലെ. ദാറ്റ്സ് ഓൾസോ റിയലി ഗുഡ്. പിന്നെ സീറ്റ്സ് ആർ ഇൻക്രെഡിബ്ലി കംഫർട്ടബിൾ, ഭയങ്കര കംഫർട്ടബിൾ ആണ്. ആൻഡ് സാധാരണ നമ്മൾ ഈ റിക്ലൈൻ, ഞാൻ അധികം ഇങ്ങനെ ഫുൾ സർവീസ് എയർലൈൻസ് ട്രാവൽ അറിയാം. ഞാൻ കൂടുതൽ ബാങ്കോക്കിലേക്കൊക്കെയാണ് പോകുന്നത്, മലേഷ്യ, ബാങ്കോക്ക്. അപ്പോൾ അതൊക്കെ എയർ ഏഷ്യയാണ്. അപ്പോൾ അത് വെച്ച് ഇത് കമ്പയർ ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഞാൻ ട്രാവൽ ചെയ്തിരിക്കുന്ന ഫുൾ ഫ്ലെജ്ഡ് എയർലൈൻസിൽ ഇത് ഫ്ലൈറ്റ് ചെയ്താൽ എനിക്ക് ടെക്നിക്കൽ ഡീറ്റെയിൽസ് ആയിട്ട് ഒന്നും ഞാൻ പോകുന്നില്ല. പക്ഷേ ഇതിൻ്റെ സീറ്റ് ഇസ് വെരി കംഫർട്ടബിൾ. കാരണം ഇതിൻ്റെ റിക്ലൈന് നമ്മുടെ ചെയറും അടിയിലത്തെ സീറ്റും ഫ്രണ്ടിലേക്ക് പോകും, ബാക്കിലത്തെ ബാക്ക് റെസ്റ്റും ബാക്കിലേക്ക് പോകും. അതുകൊണ്ട് ഇറ്റ്സ് വെരി കംഫർട്ടബിൾ. പിന്നെ ഓബ്വിയസ്ലി എന്തായാലും ഫുഡ് റിവ്യൂ ചെയ്തേ പറ്റൂ. പിന്നെ എനിക്ക് ഏറ്റവും സൗകര്യം, ഞാൻ ബാങ്കോക്കിലേക്കൊക്കെ പോകുമ്പോൾ എയർ ഏഷ്യയിൽ തൊട്ടിൽ കിട്ടില്ല, ബാസിനെറ്റ് എന്ന് പറയും, വേദുവിനെ കിടത്തുന്നത്. അപ്പോൾ ഫുൾ ടൈം 4-5 മണിക്കൂർ എൻ്റെ കൈ തന്നെ ആയിരിക്കും. എനിക്ക് കൈവേദന എടുക്കാറുണ്ട്, ഉറങ്ങാനും പറ്റാറില്ല. പക്ഷേ ഈ ഫ്ലൈറ്റിൽ എന്തായാലും ഭാഗ്യത്തിന് ബാസ്നെറ്റ് കിട്ടും. നേരത്തെ ബുക്ക് ചെയ്യണോ അത്, പക്ഷെ ബാസ്നെറ്റ് കിട്ടും. അതൊരു ഭയങ്കര കംഫർട്ടായിട്ടുള്ള ഒരു ഫാക്ടറാണ്. പിന്നെ ഇനി സർവീസും ഫുഡിനെ കുറിച്ചൊക്കെ പതുക്കെ പറയാം.
പിന്നെ ഒരു കാര്യം പറയാനുണ്ട്, സോറി, ഓണിക്സ് ഇവിടുത്തെ സ്ക്രീൻ അല്ലെങ്കിൽ ഇവരുടെ എന്റർടൈൻമെന്റ് ഇസ് വൺ ഓഫ് ദ ബെസ്റ്റ്. ഇറ്റ്സ് നോട്ട് വൺ ഓഫ് ദ ബെസ്റ്റ്, ഇറ്റ്സ് ദ ബെസ്റ്റ് എന്റർടൈൻമെന്റ് സ്ക്രീൻ ഇൻ ദ വേൾഡ്. എനിക്ക് തോന്നുന്നു മോർ ദാൻ 1000 മൂവീസും ലേറ്റസ്റ്റ് മൂവീസ് എല്ലാം ഉണ്ട്. അപ്പോൾ ഇതാണ് അവരുടെ റിമോട്ട്. ഇതിൽ കള്ളി ബോയ്, സിംബ, കേന്ദ്രനാഥ്, ലുക്ക ചുപ്പി, ഒരുപാട് പുതിയ ഹിന്ദി പടങ്ങളുണ്ട്. തഗ്സ് ഓഫ് ഹിന്ദുസ്ഥാൻ, പിന്നെ ഉപയോഗിക്കാനും ഭയങ്കര എളുപ്പമാണ്. പിന്നെ അതല്ലാതെ കുറേ ഹോളിവുഡ് ഉണ്ട്, അറബിക് ഉണ്ട്. ഇപ്പോൾ ഹോളിവുഡ് തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് പുതിയ പടങ്ങളുണ്ട്. ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് ഉണ്ട്, പിന്നെ അങ്ങനെ ഒരുപാടുണ്ട്. പിന്നെ അതല്ലാതെ മലയാളം പടം ഞാൻ നോക്കിയില്ല. പിന്നെ എന്തായാലും ബോറടിക്കില്ല ഫ്ലൈറ്റിൽ. എത്ര നേരമാണെങ്കിലും ഇതൊക്കെ കണ്ടുകൊണ്ട് സുഖമായിട്ട് പോവാം. ഇവിടെ എല്ലാവരും വേറെ വേറെ സ്ഥലത്താണ് ഇരിക്കുന്നത്. ഏതുള്ളാന്ന് ഭാഗ്യം എനിക്ക് ഫസ്റ്റ് റോ കിട്ടി. എന്റെ തൊട്ട ബാക്കിലിരിക്കുന്ന ആളെ നോക്കിക്കോ, ബാക്കി എല്ലാരും ബാക്കിലാണ്. ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഞങ്ങൾ ദോഹ എയർപോർട്ടിൽ എത്തി. ഉഗ്രൻ എയർപോർട്ടാണിത്. മെട്രോ ഒക്കെ ഉണ്ട് ഇതിൻ്റെ അകത്ത്. ആൻഡ് ഭയങ്കര ക്ലീൻ ആണ്, ഭയങ്കര നല്ല മോഡേൺ ഡിസൈൻസ് ആണ്. ഔട്ട്സ്റ്റാൻഡിങ് എയർപോർട്ടാണ്. പക്ഷെ നച്ചുതേ ഇപ്പം ഹെഡ്ഫോൺസ് വെച്ച് മറന്നു ഈ ഫ്ലൈറ്റിൻ്റെ അകത്ത്. അപ്പം അതെടുക്കാൻ ഓടി. ഞങ്ങൾക്ക് ഇനി എന്തായാലും കുഴപ്പമില്ല, സമയമുണ്ട്, 1.5 മണിക്കൂറുണ്ട് ട്രാൻസിറ്റ്. അപ്പോൾ ഇനിയിപ്പം ദോഹ എയർപോർട്ടിൽ ഒന്ന് ചെറുതായിട്ട് കറങ്ങിയിട്ട് സ്ട്രേറ്റ് ടു ബെർലിൻ. ഒരു ചമ്മിയ മുഖമായിട്ട് വരുന്നുണ്ട്, കിട്ടിയില്ല എന്ന് തോന്നുന്നു. എന്തേ അപ്പൊ കിട്ടും, എല്ലാവരുടെയും കയ്യിൽ നിന്ന് കിട്ടും. ഞങ്ങള് ബാംഗ്ലൂരിന് ദോഹയിലേക്ക് വന്നത് എയർബസ് A350 ഉഗ്രം ഫ്ലൈറ്റ് ആയിരുന്നു. നല്ല സ്പേഷ്യസ് സീറ്റ്സും ഒരു ഫുൾ ഫ്ലെജ് ഫ്ലൈറ്റ് ആയിരുന്നു. പണ്ടൊക്കെ ഞാൻ ആക്ച്വലി പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് ഞാൻ കുവൈറ്റിലാണ് പഠിച്ചത്. എപ്പോഴും ഇന്ത്യയിലേക്കുള്ള സെക്ടറിലുള്ള ഫ്ലൈറ്റ്സ് വളരെ ചെറുതും അല്ലെങ്കിൽ ലെസ് മെയിൻറ്റെയിൻ ഫ്ലൈറ്റ്സ് ഒക്കെ ആയിരുന്നു, എസ്പെഷ്യലി കുവൈറ്റ് എയർവേസ്. ഇപ്പം എനിക്ക് എങ്ങനെയാണെന്ന് അറിയില്ല, പക്ഷെ ഇപ്പം നല്ല ഉഗ്രം ഫ്ലൈറ്റ് ആണ്. ഐ മീൻ ഈക്വലി യൂറോപ്പിലേക്ക് അമേരിക്കയിലേക്ക് ഏത് ഫ്ലൈറ്റാണ് പോകുന്നത് അതുപോലെ തന്നെ ഒരു നല്ല ഫ്ലൈറ്റാണ് ഇന്ത്യയിൽ നിന്ന് കണക്ഷൻ വരുന്നത്. സോ ഇറ്റ് ഫീൽസ് ഗുഡ്. ഇനിയിപ്പോൾ ഈ ദോഹയിൽ നിന്ന് ഞങ്ങൾ ബെർലിനിലേക്ക് പോകുന്നത് ബോയിങ് 777 ആണ്. ഉഗ്രം ഫ്ലൈറ്റ് ആണെന്ന് കേട്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു റിവ്യൂ എനിക്ക്. പക്ഷെ ബെർലിനിൽ അല്ല, ഞങ്ങൾ ബാംഗ്ലൂരിൽ നിന്ന് വന്നപ്പോൾ ഫുഡ് കഴിക്കാൻ പറ്റിയില്ല, ഉറങ്ങിപ്പോയി. പക്ഷെ കഴിച്ചു. ഇന്ദ്രേട്ടനും നച്ചും ഒക്കെ കഴിച്ചായിരുന്നു. അവർ പറഞ്ഞു നല്ല ഉഗ്രം ഫുഡായിരുന്നു, ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല ഫുഡായിരുന്നു. എന്തായാലും ഇവിടെ നിന്നുള്ള ഫ്ലൈറ്റിന് ഞാൻ ഫുഡ് കഴിച്ചിട്ട് അതിൻ്റെയും കൂടെ റിവ്യൂ പറയുന്നതായിരിക്കും. Okay. Now for 1 month you can only have like burger and pizza. So last night I had like 3 doshas with samandri. So എന്താ ഇവിടെ സംഭവിക്കുന്നത് നച്ചു? വാട്ട് ഈസ് ഹാപ്പനിങ്? നമ്മളിവിടെ ദോഹയിൽ വന്നിട്ട് video with Acha and then Acha took selfie and my corpse നമ്മൾ ഊബർ കയറിയിട്ട് നോക്കിയപ്പോ ആരയാൾ പറഞ്ഞു ദൂരെന്ന് കാണാം. പറഞ്ഞു അയ്യോ. എനിക്ക് ഈ ട്രിപ്പിനെ കുറിച്ച് ആദ്യമേ പറയാനുള്ളത്, ഈ ഫുൾ ട്രിപ്പ് ഞാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പം എൻ്റെ താമസ സ്ഥലങ്ങളാണെങ്കിലും യാത്രകളാണെങ്കിലും അത് ടിക്കറ്റ്സ് ബുക്ക് ചെയ്യുന്നതാണെങ്കിലും എല്ലാം ഞാൻ ഒറ്റയ്ക്കാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇന്ദ്രേട്ടനാണെങ്കിലും എൻ്റെ ഫാദറിൻ്റെ ആണെങ്കിലും ആരാണെങ്കിലും ഇതിൽ ഒരു ഒപ്പീനിയനും പറഞ്ഞിട്ടില്ല. ഇഷ്ടമുള്ള രീതിയിൽ ചാർട്ട് ചെയ്തോളാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഞാൻ ഏറ്റവും ബഡ്ജറ്റ് രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അവർക്കതിൽ ഒരു വിഷയമില്ല. അതാണ് ഞങ്ങൾ ഒരുമിച്ച് ട്രെയിൻ ട്രാവൽ ചെയ്യാനുള്ള കാരണം. അവർക്ക് ആർക്കും, ഈ ഗ്രൂപ്പിൽ ആർക്കും നമുക്ക് ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് താമസിക്കണം അല്ലെങ്കിൽ ഈ സ്ഥലത്ത് കാണാൻ പോകണം അങ്ങനത്തെ ഒരു ഒപ്പീനിയനും ഇല്ലാത്ത ആൾക്കാരാണ്.
പക്ഷെ ഞാൻ എല്ലാവരും അക്കോമഡേറ്റ് ചെയ്ത് എല്ലാവർക്കും സന്തോഷം വരുന്ന രീതിയിലാണ് പ്ലാൻ ചെയ്തത്. ഇപ്പോൾ പിള്ളേർക്ക് വേണ്ടി അമ്യൂസ്മെന്റ് പാർക്ക് പ്ലാൻ ചെയ്യും, പൂർണ്ണിമയ്ക്കും വൈഫിനും പ്രിയയ്ക്കും മദറിലൊക്കെ വേണ്ടി കുറച്ച് ഷോപ്പിംഗ് പ്ലാൻ ചെയ്യും, എല്ലാം കൂടെ മിക്സ് ചെയ്ത് തന്നെയായിരിക്കും. പക്ഷെ ഞാൻ പറയാൻ വന്നത് ഇങ്ങനത്തെ ഒരു ഗ്രൂപ്പിൻ്റെ കൂടെ ട്രാവൽ ചെയ്യുമ്പോൾ ഭയങ്കര ആയിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. പക്ഷെ എന്തെങ്കിലും പറ്റിപ്പോയാൽ ഞാനായിരിക്കും ഉത്തരവാദി. 8 ട്രെയിനോ 9 ട്രെയിൻ ജേർണിയും കാണുന്നുണ്ട്. അത് ഭാഷ അറിയാത്ത സൈറ്റാണ്. ഐ മീൻ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ഒന്നും അധികം ഇല്ലാത്ത സൈറ്റാണ്. അവിടെ കയറിയാണ് ഞാൻ ബുക്ക് ചെയ്തിരിക്കുന്നത്. ഇനിയിപ്പം എന്തെങ്കിലും തെറ്റിയാലൊക്കെ ഞാനായിരിക്കും ഉത്തരവാദി. എന്നാലും കുഴപ്പമില്ല, അവരത് ഫണ്ണായിട്ട് എടുത്തുള്ളൂ എന്തെങ്കിലും തെറ്റിയാലും ഒക്കെ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇത് പറയാൻ വേണ്ടിയാണ് വന്നത്. ഇതൊരു വളരെ ബഡ്ജറ്റ് ട്രിപ്പ് ആയിരിക്കും. ഞാൻ മാക്സിമം നിങ്ങൾക്ക് ഈ ബഡ്ജറ്റ് ട്രിപ്സ് ഇവിടെ എങ്ങനെയൊക്കെ പൈസ സേവ് ചെയ്യാം, അല്ലെങ്കിൽ ഇക്കോണമിക്കലായിട്ട് ഈ യൂറോപ്യൻ കൺട്രീസിൽ ട്രാവൽ ചെയ്യാം, അല്ലെങ്കിൽ ഒരു ഹോളിഡേ ചെയ്യാം എന്നുള്ളൊരു ടിപ്പും ഞങ്ങളുടെ ഈ ബ്ലോഗിൽ കൂടെ ഞാൻ കാണിച്ചു തരാം. അപ്പൊ പള്ളിയപ്പൊക്കെ കഴിഞ്ഞു. ഇനി അടുത്തത് ബ്രേക്ക്ഫാസ്റ്റ്. ഈ ജർമ്മനിയില് ബെർലിനിലേക്കുള്ള ഫ്ലൈറ്റിൽ കുറച്ചും കൂടെ ഓപ്ഷൻസ് ഉണ്ട്. സോസേജ് ഉണ്ട്, എഗ്സ് ഉണ്ട്, പിന്നെ പാൻ കേക്ക്സ്. ഞങ്ങൾ എന്തായാലും പാൻ കേക്കാണ് പറയുന്നത്. പക്ഷെ ഫ്ലൈറ്റ് എനിക്ക് ആക്ച്വലി ബെറ്റർ എയർബസ് ആയിട്ടാണ് തോന്നിയത്. കാരണം ഇരിക്കാനും സീറ്റ്സ് ഒക്കെ കുറച്ചും കൂടെ ബെറ്റർ ആണ്. പിന്നെ പുതിയ ഫ്ലൈറ്റും ആണ്. സീറ്റിന്റെ വിഡ്ത്ത് കൂടുതലാണ്, റിക്ലൈൻ കൂടുതലാണ്, കുഷനിങ് കൂടുതലാണ്. അപ്പോൾ എന്തായാലും എയർബസ് ആണ് എയർബസ് 350 ആണ് ഈ ബോയിങ് 777 ബെറ്റർ ആയി തോന്നിയത്. അപ്പോൾ ഇത് ആക്ച്വലി ദോഹയിൽ ബെർലിനിലേക്ക് പോകുന്നതാണെങ്കിലും ഇന്ത്യയായിട്ട് ബന്ധമില്ലെങ്കിലും ഇന്ത്യൻ മൂവീസ് ഒക്കെ പ്ലേ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ ഇന്ത്യൻസിനും വേണ്ടി കൂടെ ഒരു കേട്ടർ ചെയ്യുന്ന ഒരു ഫ്ലൈറ്റ് ആണെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ഇവിടെ നിന്നും കുറെ ഇന്ത്യൻസ് ഇങ്ങനെ പോകുന്നുണ്ടായിരിക്കും. അപ്പോൾ അതൊരു അടിപൊളി കാര്യമാണ്. എന്ത് കാണണം എന്നൊരു ഐഡിയ ഇല്ല, കാരണം അത്രയധികം ചോയ്സസ് ആണ് ഈ ഫ്ലൈറ്റിലുള്ളത്. സോറി, എനിക്ക് വരെയൊക്കെ എടുക്കാൻ പറ്റുന്നില്ല. വേദു എൻ്റെ കയ്യിലാണോ ഉള്ളത്, ഉറങ്ങിക്കൊണ്ടിരിക്കുക. ഇത് സോസേജസ് ഉണ്ട്, എഗ്സ് ഉണ്ട്, ടൊമാറ്റോസ്, പിന്നെ അത് തൈരാന്ന് തോന്നുന്നു, കട്ട് ഫ്രൂട്ട്സ്, നല്ല ഫ്രഷ് ബ്രെഡ്, പിന്നെ ജാം. ഇത് സംഭവമാണ്. സാധാരണ പ്ലാസ്റ്റിക് സാധനങ്ങളാണ് നമുക്ക് തരുന്നത്. പക്ഷെ ഇതിൽ ഇക്കോണമിക് ക്ലാസ്സിലാണെങ്കിലും അവർ നല്ല സിൽവർ വെയർ ആണ് തരുന്നത്. ഇതേ ജ്യൂസും കൊണ്ടുവന്നു. ഹായ് ഗായ്സ്, അപ്പൊ ഞങ്ങൾ ബേർലിൻ എത്താറായി. ഇപ്പൊ 1 മണിക്കൂറും കൂടെ ഉള്ളൂ. അപ്പൊ ഈ ഖത്തർ എയർവേസിന്റെ ഒരു ഓവറോൾ റിവ്യൂ എന്ന് പറയണമെങ്കിൽ ഇറ്റ് ഇസ് ഔട്ട്സ്റ്റാൻഡിങ്. മാർക്സ് ഒന്നും കൊടുക്കുന്നില്ല, പക്ഷെ ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അവിടെ എയർക്രാഫ്റ്റിന്റെ ക്ലെനിനെസ്സും സീറ്റ്സിന്റെ കംഫർട്ട്, പിന്നെ അവരുടെ TV എന്റർടൈൻമെന്റ് സിസ്റ്റം, അതിൽ ഒരുപാട് പുതിയ മൂവീസ് ഉണ്ട്. അപ്പോൾ സമയം പോകാൻ ഭയങ്കര എളുപ്പമാണ്. അതല്ലാതെ അവരുടെ സർവീസ്, ഫോർ എക്സാമ്പിൾ ഇപ്പൊ വേദ് 3-4 തവണ അവന്റെ ടോയ്സും അവന്റെ പെസ്റ്റാരൊക്കെ എടുത്ത് താഴെ ഇടുമായിരുന്നു. അത് അവര് തന്നെ വന്ന് ഫ്രണ്ടിൽ തന്നെ അവർ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അവരത് എടുത്തുകൊണ്ട് വന്ന് വാഷ് ചെയ്ത് അപ്പൊ തന്നെ തിരിച്ചു തരുമായിരുന്നു. അങ്ങനെ ഓരോ ചെറിയ ചെറിയ കാര്യങ്ങൾ ഇതെല്ലാം കൂടെ കുറിച്ച് വരുമ്പോൾ ടോട്ടലി ഒരു നല്ല ഫ്ലൈങ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഹായ് ഗായ്സ്, അപ്പൊ ഞങ്ങൾ ബേർലിനിലെത്തി. ഇപ്പൊ ബേർലിൻ എയർപോർട്ടിലാണ്. അപ്പൊ ഇനി ഇവിടുന്ന് വെളിയിലേക്ക് ഇറങ്ങണമെങ്കിൽ ഇവിടെ ഇപ്പൊ 4 ഡിഗ്രീസ് ആണ് ടെമ്പറേച്ചർ. വെളിയിൽ ഇറങ്ങണമെങ്കിൽ ഞങ്ങളുടെ പെട്ടി തുറന്ന് കുറച്ച് വിന്റർ ക്ലോത്ത്സ് എടുത്തിട്ട് വേണം ഇറങ്ങാൻ. അപ്പൊ ഇപ്പൊ അതിലേക്കുള്ള ഒരു പുറപ്പാടിലേക്കാണ്. I want to change my t-shirt. One at a time. I look so sleepy and my eyes are droopy. No, I. ഒരു ഹായ് പറയോ? Hi. അപ്പൊ ഞങ്ങള് എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി നേരെ ഇപ്പം ഹോട്ടലിലേക്കാണ് പോകുന്നത്. ആൻഡ് വൺ തിങ് ഐ കൻ ടെൽ ഫോർ ഷുവർ, ദീസ് ബേർലിനിലെ ആൾക്കാർ ഭയങ്കര ഫ്രണ്ട്ലി ആണ്. നമ്മൾ ഈ സാധാരണ യൂറോപ്യൻ കൺട്രീസിലൊക്കെ പോകുമ്പോൾ നമ്മൾ വിചാരിക്കുമല്ലോ ആൾക്കാർ റൂഡായിരിക്കും എന്നൊക്കെ. പക്ഷെ അങ്ങനെയൊന്നുമല്ല, ഭയങ്കര ഫ്രണ്ട്ലി ആണ്, ഹെൽപ്ഫുൾ ആണ്. ഇപ്പൊ ഞങ്ങൾ ടാക്സി ബുക്ക് ചെയ്തിരിക്കുന്നത് മീറ്റർ ടാക്സിയാണ്. അപ്പോൾ അതും വേറെ സ്കാംസ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ബേർലിന്റെ സ്റ്റാർട്ടിങ് ആക്ച്വലി വി ഫെൽറ്റ് റിയലി ഗുഡ്. വി ഫീൽ റിയലി ഗുഡ്. ക്ലൈമറ്റ് 3 ഡിഗ്രി. ഹായ്. ഓക്കെ, സോ ഇതാണ് ഞങ്ങളുടെ ബേർലിനിലെ മുറി, റൂം. ചെറിയ റൂമാണ്, പക്ഷെ മെയിൻ ഏരിയയിലാണ്. അപ്പം നല്ലൊരു 2 കംഫർട്ടബിൾ ബെഡ്സ്, നല്ല ലാർജ് വിൻഡോസ്, പിന്നെ ഓബിയസ്ലി TV ഒക്കെ ഉണ്ട്. ആൻഡ് നല്ലൊരു ക്ലീൻ ബാത്റൂം. ആക്ച്വലി ജർമ്മൻ സ്റ്റാൻഡേർഡ്സിലൊക്കെ ഇതൊരു അത്യാവശ്യം നല്ല റൂമാണ്. അപ്പം നാട്ടിലും ബാക്കി സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലൊന്നും വെച്ച് നോക്കിയിട്ട് കാര്യമില്ല. പക്ഷെ ഇവിടുത്തെ ഒരു മെയിൻ ഏരിയയിൽ ഇങ്ങനത്തെ ഒരു റൂം ഞങ്ങൾക്ക് വളരെ ചീപ്പ് റേറ്റിലാണ് കിട്ടിയിരിക്കുന്നത്. കാരണം പീക്ക് സീസണിലൊക്കെ ഈ റൂമിന് ഏകദേശം ഒരു
15,000 13,000 വരും എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ ഞങ്ങൾക്ക് കിട്ടിയത് വെറും 3,800 റുപ്പീസിനാണ്. ചെക്ക് പോയിന്റ് ചാർലി എന്ന് പറഞ്ഞൊരു ഏരിയയിലാണ് ഈ റൂം ഉള്ളത്. സോ അത്യാവശ്യം 2 പേർക്ക് ഒരു കുട്ടിയും അങ്ങനെ 3 പേർക്ക് ഈസി ആയിട്ട് കംഫർട്ടബിൾ ആയിട്ട് താമസിക്കാൻ പറ്റിയ ഒരു റൂമാണിത്. Really cold, you guys. Oh my god. Hi guys, this is our first night in Europe, our first vacation, first day of our vacation, and ഇന്നിപ്പോ ഒരു ഇവർക്ക് ആർക്കും അറിയില്ല എങ്ങോട്ടാ പോകുന്നതെന്ന്. പക്ഷെ വി ആർ ഗോയിങ് ടു എ റിയലി ബ്യൂട്ടിഫുൾ പ്ലേസ് ആൻഡ് ബാക്കിയൊക്കെ കാണിച്ചു തരാം. ഇത് പറഞ്ഞിട്ട് കാര്യമില്ല, കാണേണ്ട സാധനങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ ഞങ്ങളുടെ ഫസ്റ്റ് പ്ലേസ് ടു വിസിറ്റ് ഇവിടുത്തെ ഒരു ഏറ്റവും ട്രഡീഷണൽ ക്രിസ്മസ് മാർക്കറ്റാണ്. എനിക്ക് പ്രൊനൗൺസിയേഷൻ കറക്റ്റ് ആയിട്ട് അറിയില്ല, പക്ഷെ ഗന്ധാമാട്ടനം കണ്ടാണ് എൻ്റെ പേര്. ചെക്ക് പോയിന്റ് ചാർലി എന്ന് പറഞ്ഞ ഒരു മെയിൻ ടൂറിസ്റ്റ് സ്പോട്ടുണ്ട്, അതിൻ്റെ തൊട്ടടുത്താണ്. അപ്പോൾ ഞാൻ അവിടുത്തെ കുറച്ച് കാഴ്ചകൾ കാണിച്ചു തരാം. ഇവർക്ക് ആർക്കും അറിയില്ല കേട്ടോ ഇങ്ങോട്ട് വരുന്നതെന്ന്. ഐ തിങ്ക് ഇറ്റ്സ് ഗോയിങ് ടു ബി റിയലി ബ്യൂട്ടിഫുൾ. അതിപ്പോ അന്വേഷിച്ച് കുറെ വർഷത്തിന് ശേഷം കുറെ ആൾക്കാർ വരുന്നുണ്ടല്ലോ. ഇവിടെ വരുമ്പോ കട മാറി ആൾക്കാർക്ക് അറിയിക്കണ്ടേ, അതാണ് ഇപ്പൊ ഇട്ടേക്കുന്നത് മാറിയിടവും. ഗായ്സ്, അപ്പൊ നമ്മൾ എത്തി നമ്മുടെ സ്ഥലം. ഇതാണ് ഞാൻ പറഞ്ഞ ആദ്യത്തെ ക്രിസ്മസ് മാർക്കറ്റ്. നല്ല തിരക്കുള്ളൊരു മാർക്കറ്റാണ്. അതുമാത്രല്ല ഇവിടെ എൻട്രൻസ് ഉണ്ട് €1. ഇനിയിപ്പോ അതിന്റെ ക്യൂവിൽ നിൽക്കാം. ഇതാണ് ഇവിടുത്തെ ഒരു മെയിൻ സംഭവം. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സോസേജസ്. പിന്നെ അവര് വേറെ ഒരുപാട് പേര് വെച്ച് വിളിക്കാറുണ്ട്. വലിയൊരു ഗ്രില്ലില് ഇത് കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ത്രൂ ഔട്ട്. അത് നമുക്ക് ഹോട്ട് ഡോഗ് ബൺസില് അതുപോലത്തെ സാധനങ്ങളിൽ വെച്ച് തരുന്നതായിരിക്കും. ഭയങ്കര ടേസ്റ്റിയാണ്, ഭയങ്കര പോപ്പുലർ ആണ്. ഇതാ ഇവിടുത്തെ ക്യൂ ആണ്. അത് ഈ ക്രിസ്മസ് മാർക്കറ്റ്സിനൊക്കെ ഗുണം അതാണ്. അവർ ഈ നൈറ്റ് മാർക്കറ്റ്സിൽ പഴയ ഇവരുടെ കുക്കിംഗ് സ്റ്റൈൽസും അല്ലെങ്കിൽ പഴയ രീതിയിലുള്ള ഫുഡൊക്കെ തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു സ്ഥലമായിട്ടാണ് അവരിത് കാണുന്നത്. അപ്പോൾ ഈ റീജിയണൽ അല്ലെങ്കിൽ ട്രഡീഷണൽ ഫുഡ്സ് മാത്രമേ ഈ മാർക്കറ്റിൽ കാണുള്ളൂ. ഇതടുത്താണ്. ഇത് തീരാറായി. എനിക്ക് ഇതിപ്പോ കിട്ടിയതേ ഉള്ളൂ. ഇത് വെജിറ്റേറിയൻസിന് പറ്റിയൊരു സ്ഥലമാണ്. ഇവിടെ ഇത് ഒരു പിസ്സ ബ്രെഡ് പോലെ, പക്ഷെ ഡീപ് ഫ്രൈഡ്, ആൻഡ് അതിന്റെ കൂടെ ചീസും ടൊമാറ്റോസ് ഒക്കെ ഇട്ട് തരും. അപ്പൊ ആന്റി വെജിറ്റേറിയൻ ആണ്, ആന്റി മാത്രം ഞങ്ങളുടെ ഗ്യാങ്ങില്. അതുകൊണ്ടാണ് ഇപ്പൊ ഇവിടെ വന്ന് നിൽക്കുന്നത്. ബാക്കി എല്ലാരും സോസേജ് അടിച്ചുകൊണ്ടിരിക്കുക. ഇവിടുത്തെ ഫുഡിന്റെ ഒക്കെ പോർഷൻ സൈസ് ഭയങ്കര ലാർജ് ആണ്. ഇപ്പൊ അതിനെ കാണിച്ചത് സോസേജ് ഒക്കെ ബ്രെഡിന്റെ പുറത്തേക്ക് നിൽക്കും. എനിക്കൊന്ന് ജർമ്മൻസ് ഭയങ്കര ജനറസ് ആണെന്ന് തോന്നുന്നു കേട്ടോ, എസ്പെഷ്യലി ഫുഡിന്റെ കാര്യത്തിന്. അവരുടെ കാസിന്റെ കാര്യം പിന്നെ പറയണ്ടല്ലോ. BMW അത്രയും ക്വാളിറ്റി ഉണ്ട്. അതുപോലെ തന്നെയാണ് ഇവരുടെ ഫുഡും. ഇവരുടെ സോസേജസ് ആണെങ്കിലും. ഇപ്പൊ ഞാൻ പറഞ്ഞില്ല ഒരു വെജിറ്റേറിയൻ ഫുഡ്, അതിന്റെ പേര് ലാംഗോസ് എന്ന് പറഞ്ഞ സാധനമാണ്. ഇപ്പൊ കാണിച്ചില്ലേ, എന്റെ പേര് എനിക്ക് പ്രൊനൗൺസ് അറിയില്ല. ഗ്ലൂവൻ എന്ന് പറഞ്ഞിട്ടുണ്ട്, എന്തോ സാധനമാണ്. പക്ഷെ അത് ആക്ച്വലി ഹോട്ട് വൈൻ ആണ്. ക്രിസ്മസ് മാർക്കറ്റിലെ നമ്പർ 1 പോപ്പുലർ ഡിഷാണ് ഹോട്ട് വൈൻ. ഇവിടുത്തെ ഭയങ്കര ക്യൂ ആണ്. പക്ഷെ എനിക്ക് വൈൻ ഇഷ്ടമല്ല, പൊതുവെ കുടിക്കത്തുമില്ല. പക്ഷെ എന്തായാലും ഒരെണ്ണം വാങ്ങി ഞങ്ങൾ എല്ലാരും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് നോക്കാം. €4 ആണ് അതിന്റെ റേറ്റ്. ഇത് ഹോട്ട് ചോക്ലേറ്റ് ആൻഡ് ഇത് എഗ് നോഗ് എന്ന് പറയും. ഇത് എഗ്ഗും മിൽക്കും കൂടെ ഇട്ട് വേറെ എന്തൊക്കെയോ, എനിക്കൊന്ന് സിനമണോ കുറെ സ്പൈസസ് ഇട്ട് ക്രിസ്മസിന് ഒരു ട്രഡീഷണൽ ഡ്രിങ്ക് ആണ്. അപ്പൊ ഇതൊക്കെ ഈ വെതറിൽ കുടിക്കാൻ പറ്റിയ സാധനമാണ്. ഇതൊക്കെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് നട്ട്സ് ആൻഡ് ചോക്ലേറ്റ്സ് ആണ്. ഇത് കാൻഡീഡ് ആപ്പിൾ എന്ന് പറയും, ഷുഗർ കോട്ടഡ് ആപ്പിൾ. അതുപോലെ തന്നെ ഇത് അപ്പുറത്ത് ഷുഗർ കോട്ടഡ് ഗ്രേപ്സ് ഇരിക്കുന്നുണ്ട്. അത് ചോക്ലേറ്റ്, ആപ്പിള് ചോക്ലേറ്റ് ഡിപ്പ് ചെയ്തത്, അതാണ് അവിടെ കാണുന്ന സാധനം. പിന്നെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസ് ഉണ്ട് ഇവിടെ. സ്റ്റോപ്പ് സ്റ്റാറിംഗ്. No, what is inside this? Grapes. No. അകത്തെന്താ? അല്ല, ഗസ് ചെയ്യ്. ഒരു ഗസ്സേ ഉള്ളൂ. റൈറ്റ്. കൊള്ളി കറക്റ്റ് ആയിട്ട് ഗസ് ചെയ്തവർക്ക് ഒരു ബൈറ്റ്. I want that grape sauna.
അതൊക്കെ റെഡ് കളർ. സ്ട്രോബെറി ഐ ഡോണ്ട് ടച്ച് ഇറ്റ് നൗ. റെഡ് അല്ലേ? ഇത് ജിഞ്ചർ ബ്രെഡ് എന്ന് പറയും ഗൈസ്. ഇത് ഭയങ്കര പോപ്പുലർ ആണ്, നമ്മുടെ സ്റ്റോറി ബുക്സ് ഒക്കെ ഉള്ള സാധനമാണ്. ബേസിക്കലി ഇത് ക്രിസ്മസിന് മാത്രം ഉണ്ടാക്കുന്ന ജിഞ്ചർ ഫ്ലേവേർഡ് ബിസ്ക്കറ്റ് ആണ്. അത് ഒരുപാട് ഷേപ്സ് ആൻഡ് സൈസസിലുണ്ട്. ആൻഡ് ഇത് സാധാരണ കാരമൽ നട്ട്സ്, എല്ലാ ടൈപ്പ് നട്ട്സും പഞ്ചസാരയും മുക്കി റോസ്റ്റ് ചെയ്തിരിക്കുന്നു. ജിഞ്ചർ ബ്രെഡ്. ഇതൊരു ഹാൻഡിക്രാഫ്റ്റിന്റെ കടയാണ്, പക്ഷെ എനിക്കൊന്നും വാങ്ങാനല്ല, വെളിയിലത്തെ തണുപ്പ് സഹിക്കാൻ വയ്യാതെ ഇതിൻ്റെ അകത്ത് കയറിയത്. ഇത് ഇൻഡോർ സെറ്റപ്പാണ്, അതുകൊണ്ട് നല്ല സുഖമാണ്. അതുകൊണ്ട് കുറച്ചു നേരം ചൂടായിട്ട് പിന്നെ വീണ്ടും വെളിയിലേക്ക് ഇറങ്ങാം. പക്ഷെ കാണാൻ ഒരു രക്ഷയില്ല കേട്ടാ. അല്ല വെദ്ദു. അപ്പൊ ഇവിടെ ലൈവ് ഷോ ഒക്കെ നടക്കുന്നുണ്ട്. എന്ത് ക്രിസ്മസ് ബേസ്ഡ് ആണ്, പക്ഷെ എനിക്ക് ഫ്രണ്ടിൽ പോകാൻ ഇത് കൊള്ളാലോ. താങ്ക് യു. ഷോ നടക്കുന്നുണ്ട്, പക്ഷെ എനിക്ക് അവിടം വരെ പോകാൻ വയ്യ, അത്രയും റഷാണ്. തണുപ്പൊന്നും ഇവർക്കൊരു വിഷയമല്ലാതെ തോന്നുന്നത്. ഞാൻ ജസ്റ്റ് ഇവിടുത്തെ നിന്ന് തിരക്ക് കാണിച്ചു തരാം. ഇപ്പൊ ഓൾമോസ്റ്റ് 0 ഡിഗ്രി സെൽഷ്യസ് ആണ്. സമയം രാത്രി ഒരു 10 മണിയായിട്ടുണ്ട്. ഇവിടുത്തെ തിരക്കൊന്ന് നോക്കിക്കോ. എന്തൊരു ഭംഗിയായി ക്രിസ്മസ് ഡെക്കറേഷൻസ് ഒക്കെ കാണാൻ. ശരിക്കും ക്രിസ്മസ് ഫീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂറോപ്പ് തന്നെയാണ് വരണ്ടേന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ ഞങ്ങളിത് ഇന്നത്തെ നൈറ്റ് വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇനിയിപ്പോ നേരെ ഹോട്ടൽ റൂമിൽ പോയി തണുപ്പത്ത് സുഖമായിട്ട് കിടന്നുറങ്ങുക. അത് രാത്രി വേദു ഉറങ്ങിയാൽ. ബൈ ബൈ ഗൈസ്. ബൈ.